ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പവിത്രത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് ഒന്നും തന്നെ വന്നിട്ടില്ലൊരു ജസ്റ്റ് ഒരു പ്രമോ പോലും ഇടണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ല എന്നാണ് തുടങ്ങുന്നത്, എപ്പോഴാണ്, ഏത് ടൈമാണ് കൊടുക്കുക എന്നുള്ളതൊന്നും തന്നെ അവർ പറയുന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് തമിഴിൽ നിന്നൊരു ഭാഗത്തിൻ്റെ റിവ്യൂ ഞാൻ പറയാം. തമിഴിൽ നിന്നുള്ള റിവ്യൂസ് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ കുറേ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തമിഴ് പോലെ ആയിരിക്കില്ല എന്ന്. ശരിയാണ്, തമിഴ് പോലെ ആയിരിക്കില്ല. പക്ഷേ ഇതുവരെയുള്ളൊരു ലാസ്റ്റത്തെ ഒരു എൻഡിങ് ഒക്കെ വെച്ചിട്ടുള്ള നോക്കുമ്പോൾ തമിഴിൽ നിന്ന് കുറേയൊക്കെ ഭാഗങ്ങൾ ഇനി മലയാളത്തിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തമിഴിലാണെന്നുണ്ടെങ്കിൽ ഇതിൽ കളക്ടറായിട്ടാണ് വേദ തിരിച്ചു വരുന്നത്. അപ്പോൾ എന്തായാലും വേദ ഇപ്പോൾ വക്കീലാണ്, അവിടെ ജോലി ചെയ്യുന്നത് വേറെ ഏതൊരു ജോലിയൊക്കെയാണ് വേദ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ തമിഴിലെ പോലെ കളക്ടറായിട്ടൊന്നും തിരിച്ചു വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ വിക്രം ജയിലിൽ പോയി ശിക്ഷ വിധിച്ച് ജയിലിൽ പോയപ്പോൾ തന്നെ നാട് വിടുന്നതായിട്ടുള്ളൊരു ഭാഗം മലയാളത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി വേറെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്, പ്രഗ്നൻ്റായി, പിന്നെ പ്രസവിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനി എപ്പിസോഡ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആയിരിക്കും അതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു പാട്ടോട് കൂടിയിട്ട് ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ വേദ കുഞ്ഞിനെയും കൊണ്ട് നാട്ടിലേക്ക് വരുന്ന ഭാഗമൊക്കെ കാണിക്കുന്നത്. ഇപ്പം തമിഴിലാണെന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് വരുമ്പോൾ വേദയുടെ കൂടെ ഒരു ആയുണ്ട് കേട്ടോ. കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ആയുണ്ട് വേദ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ. അങ്ങനെ ആയ കൊച്ചും കൂടിയിട്ട് പുറത്ത് പോകുന്ന സമയത്തൊക്കെ വിക്രമിനെ കാണും. കൊച്ചും വിക്രമും തമ്മിൽ കുറച്ച് ഭയങ്കരമായിട്ടുള്ള അടുപ്പം ഉണ്ടാവുന്നുണ്ടോ. വേദനയും വിക്രമിൻ്റെ തൻ്റെ കുഞ്ഞാണെന്ന് അറിയാതെ തന്നെയാണ് വിക്രമും ആ കൊച്ചും കൂടിയിട്ട് അടുപ്പാവുന്നത്. വിക്രം ഇടയ്ക്കിടയ്ക്ക് ആ കൊച്ചിനെ കാണാനായിട്ട് സ്കൂളിൽ പോവുകയും ആ കൊച്ചിൻ്റെ കൂടെ കളിക്കുകയും ബീച്ചിൽ പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം പിന്നീടാണ് വിക്രം അറിയുന്നത് അത് വേദന കുഞ്ഞാണെന്നുള്ള കാര്യം കേട്ടോ. അപ്പോഴാണ് അത് തൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം വിക്രം തിരിച്ചറിയുന്നതായിട്ട് തമിഴിൽ കാണിച്ചിട്ടുള്ളത്. മലയാളത്തിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് വേദ കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ മാഷിൻ്റെ വീട്ടിലേക്ക്, അതായത് വിക്രമിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ള കാര്യമാണ്. ചിലപ്പോൾ മലയാളത്തിൽ അങ്ങനെ ഒരു ഭാഗമൊക്കെ ആയിരിക്കും കേട്ടോ. ആ രീതിയിലായിരിക്കും മലയാളത്തിൽ പോകാൻ വേദ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നതും വിക്രമും വേദയും കൂടിയിട്ട് ശ്രീകാന്തിനെതിരെ തെളിവുകൾ ഉണ്ടാക്കുന്നതും ശ്രീകാന്തിനെ കൊടുക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു സ്വത്തുക്കളൊക്കെ ഇപ്പം തൽക്കാലം വേദ നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് ശ്രീകാന്ത് തന്നെയായിരിക്കും നോക്കി നടത്തുന്നത്. ഇപ്പോൾ ചന്ദ്രശേഖരൻ്റെ ശല്യം പോലും ഇല്ലാതായി. അപ്പോൾ ശ്രീകാന്ത് തന്നെയായിരിക്കും ഒറ്റയ്ക്ക് അത് അനുഭവിക്കുന്നതും. പിന്നെ ഈ ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൊലപാതകങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഭയങ്കരമായിട്ട് ക്രൂരനായിട്ടുള്ളൊരു ആളായിട്ട് മാറാണ്. സ്വന്തം അച്ഛനോടും അമ്മനോടും ഒന്നും സ്നേഹമില്ലാത്തൊരു മനുഷ്യനായിട്ട് മാറാണ് കേട്ടോ. അപ്പം തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ മറ്റേ തമിഴിലെ പോലെ തന്നെ ശ്രീകാന്ത് മലയാളത്തിലും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വിക്രമിൻ്റെയും വേദനയും കുഞ്ഞാണ് അത് എന്നറിയുമ്പോൾ തന്നെ ഇനി ആ കുഞ്ഞിനില്ലാതാക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. കാരണം കുഞ്ഞിനാണ് വേദയുടെ സ്വത്തുക്കൾ മുഴുവനും കിട്ടാൻ പോകുന്നത്. അപ്പോൾ വിക്രമിൻ്റെ കുഞ്ഞിന് ആ സ്വത്തുക്കൾക്കൊക്കെ അവകാശം കൊടുക്കുക എന്നുള്ളത് ശ്രീകാന്തിനെ സംബന്ധിച്ച് ഒരിക്കലും അത് ശരിയായിട്ട് ഉള്ളത് കാര്യമല്ല എന്ന് തന്നെയായിരിക്കും ശ്രീകാന്തിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഈ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള മലയാളത്തിലെ ഭാഗങ്ങൾ ശ്രീകാന്തിനായിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെയായിരിക്കും. ശ്രീകാന്തും വിക്രമും വേദയും തമ്മിലുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്നത് വേദയും വിക്രമും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യണം എന്നുള്ളതാണ്. തമിഴിലാണെന്നുണ്ടെങ്കിൽ വിക്രമും വേദയും തമ്മിൽ ഇഷ്ടമില്ലാത്തൊരു രീതി, ഇഷ്ടമാണ് പക്ഷേ എങ്കിലും അവർ തമ്മിൽ പിരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. കുഞ്ഞും വേദയും ഒരുത്തിലും വിക്രമം വേറൊരുത്തിലും ആയിട്ടാണ് കേട്ടോ. പക്ഷെ മലയാളത്തിൽ അങ്ങനെ ആവാതിരിക്കട്ടെ, വിക്രമും വേദയൊക്കെ ഒരുമിച്ച് തന്നെ ആവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ കമൻറ്റൊക്കെ വരുന്നുണ്ട് അങ്ങനെ സെപ്പറേറ്റ് ആവുമൊന്നും വേണ്ടാന്ന്. ശരിയാണ്, അങ്ങനെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. മലയാളത്തിൽ തമിഴിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മാത്രമല്ല തമിഴിൽ ഒരു വില്ലനും വില്ലത്തിയും ഒക്കെ ഉണ്ട്. അപ്പോൾ വേദന കുത്തിക്കൊല്ലാനുള്ള ശ്രമം നടത്തുന്നുണ്ട്, അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മലയാളത്തിൽ അതിലും വ്യത്യാസമായിട്ട് വിക്രമിൻ്റെ വീട്ടിലേക്ക് തന്നെ വേദ കുഞ്ഞിനെയും കൊണ്ടുവരണം എന്നാണ് കേട്ടോ നമ്മളെല്ലാവരുടെ ആഗ്രഹം. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.